ടീച്ചർമാരെ, കുട്ടികളെ പഠിപ്പിക്കാൻ ശരിക്കും സ്കിൽസിന്റെ ആവശ്യമുണ്ടോ? നമുക്ക് നോക്കാം. സത്യം പറഞ്ഞാൽ ഏതൊരു ജോലി ചെയ്യാനും സ്കിൽസ് വളരെ അത്യാവശ്യമാണ്. ഇനി നിങ്ങൾ ടീച്ചർമാരിൽ എക്സ്ട്രാ ടാലന്റ് ഉണ്ടെങ്കിൽ മറ്റു ടീച്ചർമാരെ അപേക്ഷിച്ച് ഈ ജോലി ചെയ്യാൻ നിങ്ങൾക്ക് കൂടുതൽ എളുപ്പമായിരിക്കും. ഏതൊരു ഫീൽഡിലും ഈ എക്സ്ട്രാ ടാലന്റ് ആവശ്യമാണ്. ഈ എക്സ്ട്രാ ടാലന്റിനെയാണ് നമ്മൾ സ്കിൽസ് എന്ന് പറയുന്നത്. ടീച്ചിങ് ഫീൽഡിൽ ഈ സ്കിൽസ് വളരെ പ്രധാനമാണ്. നിങ്ങൾ ടീച്ചർമാരിൽ ഈ സ്കിൽസ് എത്രത്തോളം കൂടുതലുണ്ടോ, അതുപോലെ പഠിപ്പിക്കുമ്പോൾ നിങ്ങൾ എത്രത്തോളം പുതിയ പുതിയ രീതികൾ പ്രയോഗിക്കുന്നുണ്ട്, ഇതൊക്കെ അനുസരിച്ച് കുട്ടികൾ നിങ്ങളെ കൂടുതൽ ഇഷ്ടപ്പെടുകയും അവർക്ക് പഠിക്കാനുള്ള ഒരു ആവേശം കൂടുതലായി ഉണ്ടാവുകയും ചെയ്യുന്നു. അപ്പൊ നിങ്ങൾ പുതിയ ടീച്ചർമാർ നിങ്ങളുടെ ടീച്ചിങ് സ്കിൽ ഇംപ്രൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എക്സ്പീരിയൻസ്ഡ് ആയ ഒരു ടീച്ചറാണോ? അല്ല, നിങ്ങളുടെ കരിയർ നിങ്ങൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളോ? എങ്ങനെയായാലും ടീച്ചിങ് സ്കിൽ ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിനു വേണ്ടി ഞാൻ കുറച്ച് ടിപ്സ് പറയാം. ഇതിൽ ഒന്നാമത്തേത്, ബി ഓർഗനൈസ്ഡ്. ഒരു എഫക്റ്റീവ് ടീച്ചർ ആവാൻ ഓർഗനൈസ്ഡ് ആവണം. ഇതിന്റെ അർത്ഥം നിങ്ങൾ പഠിപ്പിക്കാൻ പോകുന്ന ചാപ്റ്ററിന്റെ ലെസൺ പ്ലാൻ നിങ്ങൾ നേരത്തെ തന്നെ എന്തായാലും തയ്യാറാക്കിയിരിക്കണം. അതുപോലെ ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കുട്ടികൾക്ക് കൊടുക്കാൻ പോകുന്ന അസൈൻമെന്റിനെ കുറിച്ചും ഈ അസൈൻമെന്റിന് നിങ്ങൾ കുട്ടികൾക്ക് കൊടുക്കാൻ പോകുന്ന ഗ്രേഡിനെ കുറിച്ചും നിങ്ങൾക്ക് വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം. ഇനി രണ്ടാമത്തേത്, സെറ്റ് ക്ലിയർ ഒബ്ജക്റ്റീവ്സ്. ഓരോ ചാപ്റ്ററും പഠിപ്പിക്കുന്നതിന് മുമ്പ് ആ ചാപ്റ്റർ പഠിപ്പിക്കുന്നതിന്റെ ഉദ്ദേശം നമ്മൾ മനസ്സിലാക്കണം. അപ്പോ എന്താണ് പഠിപ്പിക്കേണ്ടത് എന്ന ഒരു ധാരണ നമ്മൾ ടീച്ചർമാർക്ക് ഉണ്ടാവും. മൂന്നാമത്തേത്, ടു ബി കോൺഫിഡന്റ്. ടീച്ചർമാർക്ക് സ്വയം ഒരു വിശ്വാസം വേണം. അതായത് ഇത് എനിക്ക് എന്തായാലും ചെയ്യാൻ കഴിയും എന്ന ഒരു വിശ്വാസം. ഇനി നാലാമത്തേത്, സീക്ക് ഔട്ട് പ്രൊഫഷണൽ ഡെവലപ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്. അതായത് വർക്ക്ഷോപ്പ്, ഓൺലൈൻ കോഴ്സസ്, ഇതൊക്കെ ടീച്ചർമാർ പ്രയോജനപ്പെടുത്തണം. ഇതിൽ നിന്നും നമുക്ക് പുതിയ പുതിയ ടീച്ചിങ് സ്ട്രാറ്റജീസ് കിട്ടും. അതേപോലെ നിങ്ങൾ ടീച്ചർമാർ എപ്പോഴും അപ് ടു ഡേറ്റ് ആയിരിക്കാനും ഇതുകൊണ്ട് സാധിക്കും. അഞ്ചാമത്തേത്, ഒബ്സർവ് അതർ ടീച്ചേഴ്സ്. സ്കൂളിൽ മറ്റു ടീച്ചർമാർ ചെയ്യുന്ന കാര്യങ്ങൾ നിരീക്ഷിക്കുന്നതിലൂടെ നമുക്കും ഇംപ്രൂവ് ആകാം. അത് നിരീക്ഷിക്കുന്നതിലൂടെ ഏതാണ് നല്ലത്, ഏതാണ് മോശം എന്നൊക്കെ തിരിച്ചറിഞ്ഞ് നമ്മുടെ ടീച്ചിങ്ങിലും ആ കാര്യങ്ങൾ ഉൾപ്പെടുത്താം. ഇനി ആറാമത്തെ പോയിന്റ്, പ്രാക്ടീസ് ആക്റ്റീവ് ലിസണിങ്. ഒരു എഫക്റ്റീവ് ടീച്ചർ ആവാൻ ആക്റ്റീവ് ലിസണിങ് വളരെ പ്രധാനപ്പെട്ടതാണ്. ആക്റ്റീവ് ലിസണിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ കുട്ടികൾ നിങ്ങളോട് എന്താണോ ചോദിക്കുന്നത് അതിനനുസരിച്ച് വേണം കുട്ടികൾക്ക് നിങ്ങൾ ആൻസർ കൊടുക്കാൻ. ഇനി ഏഴാമത്തേത്, എക്സ്പ്ലെയിൻ ഇൻ സിമ്പിൾ വേർഡ്സ്. എന്ത് പഠിപ്പിക്കുമ്പോഴും നമ്മൾ ടീച്ചർമാർ സിമ്പിൾ ലാംഗ്വേജിൽ ചെറിയ കുട്ടികളെ പഠിപ്പിക്കുന്നത് പോലെ വേണം നമ്മൾ പഠിപ്പിക്കാൻ. ഇനി എട്ടാമത്തേത്, യൂസ് വിഷ്വൽസ്. ഇനി നിങ്ങൾ ടീച്ചർമാർ പഠിപ്പിക്കുന്ന സമയത്ത് പിക്ചേഴ്സ് ഒക്കെ കാണിച്ച് പഠിപ്പിക്കുകയാണെങ്കിൽ കുട്ടികൾ അത് എളുപ്പത്തിൽ ഓർമ്മിക്കും. ഒൻപതാമത്തേത്, സ്റ്റോറി ടെല്ലിംഗ്. ഷോർട്ട് സ്റ്റോറി രൂപത്തിൽ പഠിപ്പിക്കാൻ കഴിയുന്നതൊക്കെ അങ്ങനെ പഠിപ്പിക്കുകയാണെങ്കിൽ കുട്ടികൾ ക്ലാസ് വളരെയധികം ഇഷ്ടപ്പെടും. ഇനി അവസാനത്തെ പോയിന്റ്, സെൻസ് ഓഫ് ഹ്യൂമർ. നിങ്ങൾ ടീച്ചർമാർ ക്ലാസ് എടുക്കുന്ന സമയത്ത് തമാശയൊക്കെ പറഞ്ഞ് കുട്ടികളെ ചിരിപ്പിച്ചുകൊണ്ട് ക്ലാസ് എടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് ക്ലാസ് ബോറടിക്കില്ല. അതല്ലാതെ നമ്മൾ പഠിപ്പിക്കുന്ന സബ്ജക്റ്റും സീരിയസ്, നമ്മളും സീരിയസ് ആയി നിന്ന് കഴിഞ്ഞാൽ കുട്ടികൾക്കൊരു എൻജോയ്മെന്റ് ഉണ്ടാവില്ല. അപ്പൊ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ തമാശ ടീച്ചർമാർ എന്തായാലും പറയണം. അപ്പോ നിങ്ങൾ പുതിയ ടീച്ചർമാർ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ടീച്ചിങ്ങിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങളുടെ ടീച്ചിങ് സ്കില്ല് നിങ്ങൾ അറിയാതെ തന്നെ ഇംപ്രൂവ് ആയിക്കോളും. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യണേ. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.